ഹലോ എവരിവൺ. ഇന്ന് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ആ ഒരു പേപ്പറിലെ രണ്ടാമത്തെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ആ ഒരു ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യ ആസ് എ കോളനി എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു കൊളോണിയൽ കാലഘട്ടം, ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്ന സമയത്ത് ഇന്ത്യ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഇന്ത്യയുടെ നാച്ചറും കൾച്ചറും ഒക്കെ അന്നത്തെ ഓറിയന്റലിസ്റ്റുകളും ഇൻഡോളജിസ്റ്റുകളും ഒക്കെ എങ്ങനെയാണ് പഠിച്ചത്, അവരെങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. അപ്പോൾ കൊളോണിയലിസവും അതിൻ്റെ അത് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള എഫക്ട്സും ആണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. രണ്ടാമതായിട്ട് ഒരു കൊളോണിയലിസം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു റൂള് ഇന്ത്യ ഒരു യൂണിഫൈഡ് നാഷൻ ആക്കി തീർത്തിട്ടുണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് 1947 അവർ ഇന്ത്യ വിട്ട് പോകുമ്പോൾ നമ്മൾ എന്തായിട്ടുണ്ടായിരുന്നു, ഒരു യൂണിഫൈഡ് നാഷൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത് ഇന്ത്യ എന്നുള്ള ആ ഒരു നാഷനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള ആ ഒരു കൺട്രീനെ എങ്ങനെയാണ് ഇൻഡോളജിസ്റ്റുകളും കൊളോണിയലിസ്റ്റുകളും നാഷണലിസ്റ്റുകളും നോക്കിക്കണ്ടത് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 3 ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എസ്സേ ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു നോട്ടിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം നിങ്ങളുടെ ആ ഒരു ഇഗ്നോന്റെ മെറ്റീരിയലിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു PPTയിലെ ഒരൊറ്റ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിലെ ഒരൊറ്റ സ്ലൈഡോ അല്ലെങ്കിൽ ഒരൊറ്റ പോയിന്റ്സോ നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല. ഇത് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്സ് ആണ് ഇവിടെ കാണുന്നത്, പക്ഷെ ഇത് ക്വസ്റ്റ്യൻസ് രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് വരാം. അപ്പോൾ ഈ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പോയിന്റ്സും നിങ്ങൾ മാക്സിമം ആൻസേഴ്സ് എഴുതുമ്പോൾ അതിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, നമുക്കിനി ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ബ്രിട്ടീഷുകാരുടെ ആ ഒരു റൂളില് ആയിരുന്ന സമയത്ത് ഇന്ത്യ എന്നുള്ള ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ്, പഴയ ഒരു ആ ഒരു ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് കൊളോണിയൽ റൂൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യ ഉണ്ടായിരുന്നത് അല്ലെ. എന്തൊക്കെയായിരുന്നു ആ ഒരു ചേഞ്ചസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉള്ള ഒരു സൊസൈറ്റിയാണ് അല്ലെ. ആ ഒരു ഡൈവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആ ഒരു കൊളോണിയലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്ത് ഇല്ലാതിരുന്ന ഒരു സംഭവമായിരുന്നു അത്. അതായത് അവർക്ക് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇത്രയും ഡൈവേഴ്സിറ്റീസ് ഉള്ള ഒരു സൊസൈറ്റി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എന്താണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പുതിയ സംഭവമായിരുന്നു. അപ്പൊ അതിന് അവര് എങ്ങനെയൊക്കെയാണ് പഠിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഡൈവേഴ്സിറ്റീസ് കാരണം ഇന്ത്യയെ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചലഞ്ചസിനൊക്കെ അവര് മറികടന്നിട്ട് ഇന്ത്യ അവരുടെ ഒരു ഭരണത്തിന് കീഴിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് അതൊരു പോസിറ്റീവ് ആയിട്ട് അല്ല സംഭവിച്ചത്, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മെയിൻ എയിം എന്തായിരുന്നു, ഇന്ത്യയിലെ ആളുകളെയും ഇന്ത്യയിലെ റിസോഴ്സസിനെയും മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക, എങ്ങനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു നമുക്കറിയാം അല്ലെ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളും ഒരുപാട് അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു.
അപ്പോൾ ഇതൊക്കെ എങ്ങനെ കൊള്ളയടിക്കാം എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അജണ്ട നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവർക്ക് ഇവിടെയുള്ള ആ ഒരു ഭരണം, അതായത് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഭരണം മൊത്തത്തിൽ അവരുടെ അണ്ടറിൽ വന്നാൽ മാത്രമേ അവര് വിചാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളും നടത്തിയിട്ട് മാക്സിമം ഇന്ത്യയിലെ റിസോഴ്സസ് അവരുടെ രാജ്യത്തേക്ക്, അതായത് യൂറോപ്യൻ കൺട്രീസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവരിവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ, ഒരു റൂള് തുടങ്ങുന്നതൊക്കെ. അപ്പൊ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് ഇന്ത്യ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു എന്തൊക്കെയായിരുന്നു ആ സമയത്ത് നമ്മൾ ഫേസ് ചെയ്തിരുന്ന ആ ഒരു ഡിഫിക്കൽട്ടീസ് എന്നുള്ളതും ഇന്ത്യ അത് എങ്ങനെ നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നുള്ളതും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഭരണത്തിന്റെ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഭരണത്തിന് ശേഷവും ഒക്കെ ഇന്ത്യക്ക് ഒരുപാട് ഗുണം ചെയ്ത ഒട്ടേറെ കോൺട്രിബ്യൂഷൻസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരു ചെറുതായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പക്ഷെ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിവിടെ ഇന്ത്യയിൽ റെയിൽവേ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെലിഗ്രാഫ് സിസ്റ്റം, അതുപോലെ മോഡേൺ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നമുക്ക് ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. അത് പക്ഷെ അവരുടെ ആ ഒരു ഭരണം അവസാനിച്ചതിന് ശേഷവും നമുക്കത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നമുക്കറിയാം അല്ലെ, ഇന്ത്യൻ റെയിൽവേയുടെ പല ഭാഗങ്ങളും ഇപ്പോഴും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ആ ഒരു സ്ട്രക്ചർ തന്നെയാണ്. ഇപ്പൊ അടുത്താണ് കുറച്ച് നിലമ്പൂർ, മലബാർ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആ ഒരു റെയിൽവേ ഒക്കെ പുതുക്കി പണിതത് എന്നൊക്കെ നമ്മൾ ന്യൂസുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. നമുക്കറിയാം ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എന്തായി, അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഫിലോസഫി എന്ന് പറയുന്നത് വെസ്റ്റേൺ ഫിലോസഫി ആയിരുന്നു. അതായത് ഇന്ത്യയുടെ ഒരു കൾച്ചറോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ട്രഡീഷൻ അല്ലല്ലേ സ്വാഭാവികമായിട്ടും യൂറോപ്യൻസ് ഫോളോ ചെയ്തിട്ടുണ്ടാവുക. അവർ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് വന്ന സമയത്ത് വെസ്റ്റേൺ ഫിലോസഫി, വെസ്റ്റേൺ കൾച്ചർ, വെസ്റ്റേൺ പ്രാക്ടീസസ് ഇതൊക്കെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരോടുള്ള ആ ഒരു ഇന്ററാക്ഷൻ, ഇന്ത്യയിലെ പീപ്പിൾ ആ ഒരു കൊളോണിയലിസ്റ്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് ആ ഒരു കൾച്ചറൽ ട്രാൻസ്മിഷൻ നടന്നിട്ടുള്ളതായിരുന്നു. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൾച്ചറൽ ട്രാൻസ്മിഷൻ എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വഴി അവരുടെ കുറെ വാല്യൂസ്, അവരുടെ കുറെ ക്വാളിറ്റീസ് അതൊക്കെ ഇന്ത്യയിലെ പീപ്പിളിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി നമ്മൾ പറഞ്ഞു ഒരുപാട് ഡൈവേഴ്സിറ്റീസും ഒരുപാട് ഇനീക്വാളിറ്റീസും ഒരുപാട് കാസ്റ്റിന്റെ പേരിലും റിലീജിയന്റെ പേരിലും ഒക്കെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് നിലനിന്നിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു അല്ലെ. എന്നാൽ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്ത് എന്ന് പറയുമ്പോൾ മേജർ ആയിട്ട് ഒരു റിലീജിയൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ഒരു റിലീജിയൻ ആണ് മെയിൻ ആയിട്ട് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ക്രിസ്ത്യാനിറ്റി, അതുപോലെ തന്നെ അവരുടെ കുറച്ച് വെസ്റ്റേൺ വാല്യൂസ് ആയിട്ട് അവർ പറയുന്ന കുറച്ച് ഈക്വാലിറ്റി, ഫ്രീഡം, ലിബർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാല്യൂസ് അതൊക്കെ ഇന്ത്യൻ സൊസൈറ്റിയിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇന്ത്യൻ സൊസൈറ്റിയെ ഒരു യൂണിഫൈഡ് നാഷൻ എന്നുള്ള ആ ഒരു തലത്തിലേക്ക് വരെ പിന്നീട് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സൊസൈറ്റിയുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? അഗ്രികൾച്ചർ ആണ്. അതായത് അഗ്രികൾച്ചറിൽ നിന്നായിരുന്നു നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം വന്നിരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ. മെയിൻ ആയിട്ട് നമ്മുടെ ഒരു നാട്ടിലുള്ള ആളുകളുടെ ഒരു ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തതായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി എന്തായി, ഈ ഒരു അഗ്രികൾച്ചറിൽ നിന്ന് മാറിയിട്ട് ഇൻഡസ്ട്രി എന്നുള്ള ആ ഒരു തലത്തിലേക്ക് ഇന്ത്യൻ സൊസൈറ്റി മാറാൻ തുടങ്ങി. അവരെങ്ങനെയൊക്കെയാണ് ഈ ഒരു അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് മാറിയ സമയത്ത് ഒരുപാട് പൊളിറ്റിക്കലും എക്കണോമിക്കലും ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഇന്ത്യൻ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കിയ പോലെ തന്നെ ഒരു സെറ്റിൽഡ് അഗ്രികൾച്ചർ ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ഹാൻഡിക്രാഫ്റ്റിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ കരകൗശല വസ്തുക്കൾ, അതായത് കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഒരുപാട്
പ്രോഡക്ട്സ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം ഉണ്ടായിരുന്നത്. അതും അഗ്രികൾച്ചർ ആയിരുന്നു. ഈ ക്രാഫ്റ്റ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആയിരുന്നു മെയിൻ ആയിട്ട് ഇന്ത്യയിൽ ആളുകൾ ചെയ്തിരുന്ന ഒരു ജോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു, ഒരുപാട് മോഡേൺ ആയിട്ട് അല്ലാത്ത വെസ്റ്റേൺ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് മാത്രമായിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു എന്ത്, കിൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാർഷ്യലി ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു റിട്ടേൺ ആയിട്ടുള്ള ലീഗൽ സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ടാക്സേഷൻ ആ സിസ്റ്റവും റെക്കോർഡ് കീപ്പിങ്ങും അതുപോലെ തന്നെ എന്താണ് നമുക്കായിട്ട് ഒരു മിലിറ്ററി സിസ്റ്റം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊളിറ്റിക്കലും എക്കണോമിക്കലും ആയിട്ടുള്ള ചെറിയ ചെറിയ അത്ര തന്നെ ഡെവലപ്ഡ് ആയിട്ടില്ലാത്ത അത്ര തന്നെ മോഡേൺ ആയിട്ടില്ലാത്ത പ്രൊഫഷൻസും ഒന്നും ഇല്ലെങ്കിലും പൊളിറ്റിക്കലും എക്കണോമിക്കലും ആയിട്ടുള്ള ചെറിയ തരത്തിലുള്ള എന്താണ് ജോബ്സും പ്രൊഫഷൻസും ഒക്കെ നമുക്ക് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്ലർക്സും അതേപോലെ ടാക്സ് ഓഫീഷ്യൽസ്, ബാങ്കേഴ്സ്, ജഡ്ജസ് ഒക്കെ നമുക്കും ഉണ്ടായിരുന്നു. അപ്പോ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഈ ഒരു സിസ്റ്റം മാറിയിട്ട് ആ ഒരു മോഡേണൈസേഷനും അർബനൈസേഷനും ഒക്കെ വന്ന സമയത്ത് ഇതൊക്കെ കുറച്ചും കൂടി ഒരു കോംപ്ലക്സ് ആയി തീർന്നു എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഇതൊന്നും തീരെ ഇല്ലാതിരുന്ന ഒരു അവസ്ഥയല്ല ഉണ്ടായിരുന്നത്. ചെറിയ രീതിയിൽ ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമുക്കും ഈ ഒരു മിലിറ്ററി ഫോഴ്സും അതേപോലെ തന്നെ ലീഗൽ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ ഇന്ത്യ മെയിൻ ആയിട്ടും ആ സമയത്ത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഒരു ഹിന്ദുയിസം അതുപോലെ തന്നെ എന്താണ് ഇസ്ലാം അതിന്റെ മുമ്പ് തന്നെ ഇന്ത്യയിൽ വന്നതോടുകൂടി മുസ്ലിങ്ങളും ഹിന്ദുസും ഒക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി മാത്രമാണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ള ആ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ആ ഒരു വേ ഓഫ് ലൈഫും ആ ഒരു കൾച്ചറൊക്കെ ഇന്ത്യയിലേക്ക് വന്നത് ബ്രിട്ടീഷുകാർ വന്നതോടുകൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും നമുക്കറിയാം ആ ഒരു വീണ്ടും വീണ്ടും പറയാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ഒരു എക്സ്പ്ലനേഷൻസ് ആണ് വരുന്ന ചാപ്റ്ററുകളിൽ വരിക എന്നുള്ളത് ഞാൻ ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും പറയുന്നില്ല. എന്നാലും നമ്മൾ അതിൽ വർണ്ണ സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സാക്രഡ് ടെക്സ്റ്റുകൾ, അതായത് മെയിൻ ആയിട്ടും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു എന്താണ് ഹിന്ദുയിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സാക്രഡ് ടെക്സ്റ്റുകൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ മനുസ്മൃതി പോലെയുള്ള ഒരുപാട് ടെക്സ്റ്റുകൾ അതിനെ ഫേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ലോസും സോഷ്യൽ ഓർഡറും സോഷ്യൽ സിസ്റ്റം ഒക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ആ ഒരു സിസ്റ്റം മാറിയിട്ട് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സോഷ്യോ റിലീജിയസ് സിസ്റ്റം ഇന്ത്യയിൽ വരികയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മെയിൻ ആയിട്ട് നമ്മളെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ കൊളോണിയൽ പീരീഡ്. ഇന്ത്യൻ സൊസൈറ്റി കൊളോണിയൽ പീരീഡിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? അതായത് നമുക്കറിയാം യൂറോപ്പില് ആ ഒരു 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന വലിയൊരു റെവല്യൂഷൻ ആയിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോട് കൂടി അവിടെ വെസ്റ്റേൺ കൺട്രീസിൽ, അത് യൂറോപ്പിലൊക്കെ ഒരുപാട് എക്സ്ട്രാ പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ അവർ വന്ന സമയത്ത് ട്രേഡേഴ്സ് ആയിട്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വന്ന സമയത്ത് അവര് ഇന്ത്യയെ റൂൾ ചെയ്യാനുള്ള ആ ഒരു അജണ്ട കൊണ്ടായിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ത്യയിലെ ആ ഒരു അവസ്ഥ, ഇന്ത്യയിലെ ആ ഒരു സോഷ്യൽ കൾച്ചറൽ എക്കണോമിക് അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ ബ്രിട്ടീഷുകാർക്ക് തോന്നുകയാണ്, അതായത് അവര് മനസ്സിലാക്കി ഇന്ത്യയെ ഒരു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്ന് ഒരു ഇന്ത്യയെ ഒരു കോളനിയാക്കി മാറ്റിയാൽ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി. മെയിൻ ആയിട്ടുള്ളത് ഇത് തന്നെയായിരുന്നു. അതായത് ഇന്ത്യയിൽ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിരുന്നു, നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സുഗന്ധദ്രവ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ആ ഒരു റിസോഴ്സസ് ഒക്കെ അവർക്ക് വേണ്ട രീതിയിൽ സുഗമമായിട്ട് എങ്ങനെ അവരുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടു പോവാം എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ചിന്ത ഇന്ത്യയിൽ എത്തിപ്പെട്ട സമയത്ത്. അതിനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത്
ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഭരണം എന്ന് പറയുന്നത് മുഗൾ ഭരണമായിരുന്നു. ആ ഭരണം ഏറെക്കുറെ ക്ഷയിച്ച ഒരു, അതായത് ഏറെക്കുറെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് നമ്മൾ ഒരു യൂണിഫൈഡ് നാഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് പോലും നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ട് ഒരുപാട് വിഭജിച്ചിട്ടാണ് ഇന്ത്യ ഉണ്ടായിരുന്നത്. അതായത് ഒരു കോമൺ എന്താണ് ഭരണാധികാരിയോ, ഒരു കോമൺ ഇന്ത്യക്ക് പൊതുവായിട്ടുള്ള ഒരു ഭരണാധികാരിയോ, ഒരു ഇന്ത്യക്ക് പൊതുവായിട്ടുള്ള ഒരു എന്താണ് പൊളിറ്റിക്കൽ സിസ്റ്റമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഭരണത്തിനു വേണ്ടിയിട്ട് അടിപിടി കൂടിയിരുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ കണ്ട സമയത്ത് അവർക്ക് തോന്നുകയാണ് ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉള്ള ഈ ഒരു സൊസൈറ്റിയെ നമ്മള് അതായത് ഇവരുടെ ഈ ഒരു ഡൈവേഴ്സിറ്റീസും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ നമ്മൾ ഒന്നുകൂടി ഒന്ന് എന്താണ് കൂട്ടിക്കഴിഞ്ഞാൽ, കോൺഫ്ലിക്ട്സും ഒക്കെ ഒന്നുകൂടി ഒന്ന് മുറുകിയാൽ, അതായത് നമ്മൾ ഇവരെ തമ്മിൽ തെറ്റിപ്പിച്ചാല് നമുക്ക് ഇന്ത്യയുടെ ഭരണം സുഗമമായിട്ട് കൈക്കലാക്കാം എന്നുള്ള ആ ഒരു കാര്യം ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവർ മനസ്സിലാക്കിയപ്പോൾ അവർ പതിയെ പതിയെ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ട് പഠിക്കുകയും ഇന്ത്യൻ സൊസൈറ്റിയിൽ പതിയെ പതിയെ അവർ റൂള് കൊണ്ടുവന്ന് അങ്ങനെ പിന്നീട് 19ാം നൂറ്റാണ്ട് 19th സെഞ്ചുറിക്ക് ആയപ്പോഴത്തേക്കും ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ വരികയാണ് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഇന്ത്യയെ ഭരിച്ചിരുന്നത്. ഈ ഒരു 19ാം നൂറ്റാണ്ടോട് കൂടി ഇന്ത്യ മൊത്തത്തിലായിട്ട് ബ്രിട്ടീഷുകാരുടെ പൂർണ്ണമായ കൺട്രോളിൽ വന്നു എന്ന് തന്നെ പറയാം. അതായത് ഇന്ത്യക്കാർക്ക് ഒരു അവകാശങ്ങളോ അവരുടേതായ കാര്യങ്ങളൊന്നും അംഗീകരിക്കാതെ പൂർണ്ണമായും ഇന്ത്യ ഒരു കോളനിയായി തീർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രിട്ടീഷ് റൂൾ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ചേഞ്ചസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഇങ്ങനെ പോയിന്റ്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിലെ. അതായത് ബ്രിട്ടീഷ് ഭരണം എന്തായി, ബ്രിട്ടീഷ് ഭരണം വന്നതോടുകൂടി ഇന്ത്യയിലെ ആ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കരകൗശല വസ്തുക്കൾ, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, അതായത് ആ ഒരു ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി നമുക്ക് ചെറിയ തോതിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു ഇൻഡസ്ട്രി റൂയിൻ ചെയ്തു. അതായത് ആ ഒരു ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി വാസ് റൂയിനഡ് ആസ് ദേ കുഡ് നോട്ട് മാച്ച് ദ മെഷീൻ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഓഫ് ബ്രിട്ടൻ. നമുക്കറിയാം ബ്രിട്ടനിൽ ഉണ്ടായിരുന്നത് അവര് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് അല്ലെ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രധാനമായിട്ടും ഇൻഡസ്ട്രീസും ഫാക്ടറീസും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള വലിയ തോതിലുള്ള ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് ആയിരുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുള്ള ഈ ഒരു കരകൗശല വസ്തുക്കള് ബ്രിട്ടീഷുകാരുടെ മെഷീൻസിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത ഈ പ്രൊഡക്റ്റുമായിട്ട്, അതായത് മാർക്കറ്റിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വിൽക്കപ്പെടുന്ന സമയത്ത് എന്തായി, ഭയങ്കര കോമ്പറ്റീഷൻ വന്നു ഈ പ്രൊഡക്ട്സ് തമ്മിൽ. അതായത് സ്വാഭാവികമായിട്ടും മെഷീൻ പ്രൊഡക്ട്സിന് എന്തുണ്ടായിരിക്കും, ക്വാളിറ്റി കൂടുതലായിരിക്കും അല്ലെ. അതേപോലെ തന്നെ അത് ചീപ്പായിരുന്നു. ചീപ്പ് മീൻസ് അതായത് കുറഞ്ഞ വിലക്കാണ് അവരത് വിറ്റിരുന്നത് ബ്രിട്ടീഷുകാർ. അപ്പൊ ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ അത് ഒരുപാട് ടൈമും ഒക്കെ എടുത്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് നല്ല വില ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ചീപ്പായിട്ടുള്ള ക്വാളിറ്റി കൂടിയ ഈ ഒരു മെഷീൻ പ്രോഡക്ട്സുമായിട്ട് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിക്ക് കോമ്പീറ്റ് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി പൂർണ്ണമായിട്ടും തകർന്നു പോവാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആ ഒരു എക്കോണമി, സമ്പദ് വ്യവസ്ഥ ഒരുപാട് തകർന്നു പോയിട്ട് ഇന്ത്യയിൽ പോവർട്ടി ഉണ്ടാവാൻ, അതായത് പട്ടിണി ഉണ്ടാവാനുള്ള ആ ഒരു സാഹചര്യവും ബ്രിട്ടീഷുകാരുടെ ഭരണം വഴി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അഗ്രികൾച്ചർ ആയിരുന്നു ഇന്ത്യയിലെ മെയിൻ ആയിട്ട് ആളുകൾ എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ജോബ്, അല്ലെങ്കിൽ ആളുകളുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്നൊക്കെ പറയുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി അവർ ഈ ഒരു അഗ്രികൾച്ചർ സെക്ടറിലേക്ക് അവർ കൊണ്ടുവന്നത് ക്യാഷ് ക്രോപ്സ് ആയിരുന്നു.
ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരുത്തി, കാപ്പി, തേയില പോലെയുള്ള ക്രോപ്സ് ആണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? മെയിൻ ആയിട്ടും എന്താണ് നെല്ല്, ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അതുവരെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ എന്താണ് നമുക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. നെല്ലും ഗോതമ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് എന്താണ് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു നമ്മൾ ഉത്പാദിപ്പിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ എന്തിനാണ് ഈ ക്യാഷ് ക്രോപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അതും ഇവിടെ മാക്സിമം കൃഷി ചെയ്തിട്ട് അതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളും അവരുടെ രാജ്യത്തേക്ക് കടത്തുക. അതേപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങളും അവരുടെ രാജ്യത്തേക്ക് കടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്യാഷ് ക്രോപ്സ് വന്നതോടുകൂടി ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും പട്ടിണി വന്നിട്ടുണ്ടാവും. കാരണം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളല്ല നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ക്യാഷ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ അത് തേയില, പരുത്തി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഒരു ആവശ്യങ്ങൾ നിറവേറ്റാൻ, അതായത് നമ്മുടെ ഫുഡ് എന്നുള്ള ആ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരിക്കലും സഹായിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് വന്നു? ഇന്ത്യയിൽ പട്ടിണി വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ ഒരുപാട് ഇൻട്രൊഡ്യൂസ്ഡ് റവന്യൂ സിസ്റ്റം ഓൺ ലാൻഡ്. അപ്പോൾ റവന്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? നികുതി അല്ലെങ്കിൽ ഒരുപാട് ടാക്സ് സിസ്റ്റംസ് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജമീന്ദാരി സിസ്റ്റം, അതുപോലെ തന്നെ മഹൽവാരി സിസ്റ്റം, റൈറ്റ്വാരി സിസ്റ്റം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ബ്രിട്ടീഷുകാര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റവന്യൂ സിസ്റ്റത്തിലെ കുറച്ച് സിസ്റ്റംസ് ആണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. ഇതുപോലെയുള്ള ഒരുപാട് റവന്യൂ സിസ്റ്റംസ് ഈ ഒരു അഗ്രികൾച്ചറിലും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ചെയ്യുന്ന ആ ഒരു ലാൻഡിലും ഒക്കെ കൊണ്ടുവന്നതോടുകൂടി എന്തായി? അതായത് ഈ ഒരു പാവപ്പെട്ട കർഷകര് ഒരുപാട് ടാക്സ് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടി വരികയാണ്. ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെയും ഈ ഒരു കർഷകരുടെയും ഇടയിലുള്ള ഒരു മിഡിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അവരെയാണ് ജമീന്ദാർ എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു ജമീന്ദാർസും അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാരും രണ്ടു കൂട്ടരും ചേർന്നിട്ട് ഈ ഒരു കർഷകരെ ഒരുപാട് എക്സ്ട്രാ അവർക്ക് താങ്ങാനാവാത്ത രീതിയിലുള്ള ടാക്സുകളൊക്കെ ചുമത്തിയിട്ട് അവരെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യ ഓൾസോ സോ സിവിയർ ഫാമിൻ. അതായത് ഇന്ത്യ ആ ഒരു സമയത്ത് സിവിയർ ആയിട്ടുള്ള ഒരു ക്ഷാമം നേരിടുകയാണ്. അതായത് പട്ടിണി ആയിക്കോട്ടെ, മറ്റ് അതായത് ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം നാച്ചുറൽ റിസോഴ്സിന് നമുക്കൊരു പഞ്ഞും ഉണ്ടായിരുന്നില്ല അല്ലെ. അതായത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടായിരുന്ന ഒരു റിച്ച് ആയിട്ടുള്ള കൺട്രി ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ഒരു ബ്രിട്ടീഷുകാർ വന്ന് ഇതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ രാജ്യത്തേക്ക് കടത്താൻ തുടങ്ങിയതോടുകൂടി ഇന്ത്യയിൽ പട്ടിണി വന്നിട്ട് ഒരുപാട് ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ മോഡേൺ മെഡിസിനും ഹെൽത്ത് കെയറും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ ഒരു ഭാഗത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് പട്ടിണി കാരണം ആളുകൾ മരിച്ചു വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ ഒരു ഭരണ സുഖത്തിന് അല്ലെ ഭരിക്കാനുള്ള ആ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് അവരിവിടെ പുതുതായിട്ടുള്ള പീനൽ കോഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഡേൺ റൂൾ ഓഫ് ലോ ഇൻ ദ ഫോം ഓഫ് എ ന്യൂ പീനൽ കോഡ്. അതായത് പുതുതായിട്ടുള്ള പീനൽ കോഡുകളൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടെയുള്ള ഒരു ലീഗൽ സിസ്റ്റത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ന്യൂ കോഡ്സ് ഓഫ് ക്രിമിനൽ ആൻഡ് സിവിൽ പ്രൊസീജിയർ, ഇതൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ലോ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടേതായിട്ടുള്ള ആ ഒരു ലീഗൽ സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ബ്രിട്ടീഷ് യൂറോപ്പിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്, ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള. അപ്പൊ ആ ഒരു സിസ്റ്റംസ് ഒക്കെ അവര് ഇന്ത്യയിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അവര് മെയിൻ ആയിട്ട് ബ്രിട്ടീഷുകാരുടെ ഒരു വാദം എന്തായിരുന്നു? അവര് നമ്മള് പലപ്പോഴും നല്ല എല്ലായ്പ്പോഴും അന്നും ഇന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലൂടെ ഇന്ത്യ
അല്ലെങ്കിൽ ഇന്ത്യയുടെ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞ സമയത്ത് ബ്രിട്ടീഷുകാരെന്താണ് ആ ഒരു സമയത്ത് വാദിച്ചിരുന്നത്? അതായത് ഞങ്ങൾ ഒരിക്കലും ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇന്ത്യയിൽ ഭരണം സ്ഥാപിച്ചത്. ഞങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു ഈക്വാലിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയെ ഒരു മോഡേൺ ആക്കുക, ഇന്ത്യൻ സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഒരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ള ആ ഒരു ഇതിൽ വന്നതല്ല. ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും വളരെയധികം ലോ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യപ്പെടണം? അവർ ഡെവലപ്പ് ചെയ്യപ്പെടണം. അവർക്ക് സൊസൈറ്റിയിൽ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഒരുപാട് വാല്യൂസ് ഇപ്പോഴും എത്താതെ, ഇപ്പോഴും നമ്മൾ പറയില്ല, ഇപ്പോഴും ഇങ്ങനെ ഇപ്പോഴും ഒരു അധോലോകത്ത് ജീവിക്കുന്ന ഒരു ഇപ്പോഴും തീരെ ഒരു പുറം ലോകം കാണാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു തരത്തിലുള്ള പുരോഗതിയും ഇല്ലാത്ത ഒരു സൊസൈറ്റി. ആ ഒരു സൊസൈറ്റിയിലേക്ക് നമുക്ക് എങ്ങനെ പ്രോഗ്രസ് കൊണ്ടുവരാം, എങ്ങനെ ഡെവലപ്മെന്റ് കൊണ്ടുവരാം എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിച്ചത് എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു മെയിൻ വാദം. ഇതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇംഗ്ലീഷ് ലോയിലൂടെ അവരിവിടെ ഈക്വാലിറ്റി സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് അവരുടെ ഒരു വാദം. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസും കാസ്റ്റിന്റെ പേരിലും റേസിന്റെ പേരിലും ഒക്കെ റിലീജിയന്റെ പേരിലൊക്കെ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസും ഇന്ത്യയിലെ ആളുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഇംഗ്ലീഷ് ലോയിലൂടെ ഈക്വാലിറ്റി കൊണ്ടുവന്നു എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ വാദിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് സോഷ്യൽ റിഫോംസ് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് അബോളിഷൻ ഓഫ് സതി, റേസിംഗ് ഓഫ് മാരിയേജബിൾ ഏജ്, എഡ്യൂക്കേഷൻ ഫോർ വുമൺ. ഇതൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സോഷ്യൽ റിഫോംസ് ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ലോർഡ് മെക്കാളെ 1835 മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ലാംഗ്വേജുകളായിട്ട് ഉണ്ടായിരുന്ന സാൻസ്ക്രിറ്റ്, നോർത്ത് ഇന്ത്യയിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന പേർഷ്യൻ ലാംഗ്വേജുകളൊക്കെ മാറ്റിയിട്ട് അവര് ഒരു മീഡിയം ഓഫ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനും ഒക്കെ ആയിട്ട് ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു ലാംഗ്വേജിനെ അവർ പരിചയപ്പെടുത്തി ഇന്ത്യക്ക്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നതോടുകൂടി ഇന്ത്യയിൽ ഒരുപാട് പുതുതായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ആ ഒരു ബ്രിട്ടീഷ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ജോബുകൾ ഇന്ത്യയിൽ വരികയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കൃഷി മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഒരു സൊസൈറ്റിയിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബുകളാണ് ഉണ്ടായിരിക്കുക അല്ലെ. പക്ഷെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന യൂറോപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു നമ്മളിപ്പോ കാണുന്ന പോലത്തെ ഓഫീസ് ജോബുകളും അതുപോലെ തന്നെ വൈറ്റ് കോളർ ജോബുകളും ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവരിവിടെ ഒരു ഇൻഡസ്ട്രീസും ഒക്കെ കൊണ്ടുവന്നതോടുകൂടി തന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ജോബുകൾ ഇന്ത്യയിലും ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കും ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ക്ലർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇംഗ്ലീഷുകാർ വന്നതോടുകൂടി കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള, അതായത് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന, ഇംഗ്ലീഷ് ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലർക്സും കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജോബ്സും പ്രൊഫഷൻസും ഒക്കെ വന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റീസും ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യക്കാരെ പഠിപ്പിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണം ഇവിടെ സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് അറിയണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു മെയിൻ ആയിട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവരിവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഡേൺ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ അവരിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. മോഡേൺ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ടെലിഗ്രാഫ് സിസ്റ്റം, ഇതൊക്കെ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. പിന്നെ നമ്മള് പറഞ്ഞു മോഡേൺ ഇൻഡസ്ട്രീസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് വിച്ച് ലെഡ് ടു ന്യൂ കൈൻഡ് ഓഫ് ഓക്യുപ്പേഷൻസ്. ന്യൂ കൈൻഡ് ഓഫ് ഓക്യുപ്പേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രീസിലും അതുപോലെ തന്നെ ഫാക്ടറീസിലൊക്കെ ഉള്ള ജോബുകളില്ല, അത്തരത്തിലുള്ള ആ ഒരു ജോബുകൾ
അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് ഉയർന്നു വന്നു. അതായത് കുറച്ച് ഈ ഒരു വെസ്റ്റേൺ എഡ്യൂക്കേഷനും മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഒക്കെ കിട്ടിയതോടുകൂടി സ്വാഭാവികമായിട്ടും വെസ്റ്റേൺ കൾച്ചറിന്റെ പാർട്ടായിട്ടുള്ള ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഈക്വാലിറ്റി, ഫ്രീഡം, ലിബർട്ടി തുടങ്ങിയ ഒരുപാട് വാല്യൂസ് ഇന്ത്യക്കാർക്ക് കിട്ടി. അതായത് ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ ഇന്ത്യക്കാർക്ക് വന്നു എന്നുള്ളതാണ്. അത് കൊണ്ട് തന്നെ രാജാറാം മോഹൻ റോയ് പോലെയുള്ള കുറച്ച് ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ തന്നെ ഈ മോഡേൺ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മോഡേൺ വാല്യൂസ് ഒക്കെ അതിലുള്ള നല്ല കുറെ കാര്യങ്ങൾ അവര് സ്വീകരിച്ചിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു കാസ്റ്റ് സിസ്റ്റം, അതുപോലെ തന്നെ റേസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ റിലീജിയന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ഈ ഒരു മിഡിൽ ക്ലാസ് ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരായിരുന്നു. ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ എന്തിലേക്ക് നയിച്ചു? ഇന്ത്യയെ ഒരു അർബനൈസേഷനിലേക്കും, ആ ഒരു അർബനൈസേഷൻ മോഡേൺ സിറ്റീസ് അക്രോസ് ഇന്ത്യ, റൈസ് ഓഫ് മോഡേൺ സിറ്റീസ് അക്രോസ് ഇന്ത്യ, ഇന്ത്യയിലൊട്ടാകെ സിറ്റീസും ടൗൺസും ഒക്കെ ഡെവലപ്പ് ചെയ്തു ഈ ഒരു അർബനൈസേഷന്റെ ഭാഗമായിട്ട്. പിന്നെ അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ, ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് നമ്മൾ പറയുന്നതാണ് ഇന്ത്യയിൽ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് വന്നു എന്നുള്ളത്. അതായത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ആ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് നാച്ചർ നമുക്കറിയാലോ. ഇന്ത്യയിൽ പട്ടിണിയും ക്ഷാമവും ഒക്കെ ഉണ്ടാക്കിയ ആ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് റൂളിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഇന്ത്യക്കാരായിട്ടുള്ള ഗാന്ധിജി, തിലക്, ജവഹർലാൽ നെഹ്റു പോലെയുള്ള ഒരുപാട് നാഷണൽ ആയിട്ടുള്ള ലീഡേഴ്സ് ചിന്തിക്കുകയും അങ്ങനെ ഇന്ത്യയുടെ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ട് ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഇന്ത്യയിൽ രൂപപ്പെടുകയും ചെയ്തു. ഇതിന് മോഡേൺ ഐഡിയാസും എഡ്യൂക്കേഷനും ഒക്കെ ഈ ഒരു ലീഡേഴ്സ് ഇല്ലേ, അവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയത്, അതായത് ഇന്ത്യ കൊളോണിയൽ പീരീഡിൽ വന്ന സമയത്ത് ഇന്ത്യൻ സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ പ്രധാനമായിട്ടും ഇൻഡസ്ട്രീസ് വന്നു എന്ന് പറഞ്ഞു. ഈ ഒരു അഗ്രികൾച്ചർ സെക്ടർ പൂർണ്ണമായിട്ടും ക്യാഷ് ക്രോപ്സിലേക്ക് മാറി എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഒരുപാട് റവന്യൂ സിസ്റ്റംസ്, ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യയിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ക്ഷാമവും പട്ടിണിയും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായി. പിന്നെ ഇന്ത്യയിൽ മോഡേൺ റൂൾ ഓഫ് ലോന്റെ ഭാഗമായിട്ട് ന്യൂ പീനൽ കോഡും അതുപോലെ തന്നെ ക്രിമിനൽ ആൻഡ് സിവിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സോഷ്യൽ റിഫോംസ് ഇന്ത്യയിൽ സംഭവിച്ചു. അത് അബോളിഷൻ ഓഫ് സതി, പിന്നെ എഡ്യൂക്കേഷൻ ഫോർ വുമൺ എന്നൊക്കെ ഉള്ളത് ആ ഒരു സമയത്ത് സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോംസ് ആണ്. മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യയിൽ മോഡേൺ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഒരുപാട് ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ ഓർഡറും സോഷ്യൽ ലോസും നോംസും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ ഒരു സോഷ്യൽ ഓർഡറിനെ മാറ്റിയിട്ട് മൊത്തത്തിലുള്ള ഒരു മോഡേൺ ഇൻഡസ്ട്രീസും മോഡേൺ കൈൻഡ് ഓഫ് ഒക്യുപ്പേഷൻസ് ഒക്കെ ഇന്ത്യയിൽ, മോഡേൺ കൈൻഡ് ഓഫ് പ്രൊഫഷൻസ് ഒക്കെ ഇന്ത്യയിൽ എമർജ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അർബനൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയെ അർബനൈസേഷനിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിൽ പുതുതായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചിട്ടുള്ള കുറച്ച് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇന്ത്യയിൽ എമർജ് ചെയ്തു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള റൂളിൽ നിന്ന് എങ്ങനെ ഇന്ത്യക്ക് മോചനം നേടാം എന്നുള്ള ആ ഒരു ഇന്ത്യക്കാരായിട്ടുള്ള ലീഡേഴ്സിന്റെ ആ ഒരു ചിന്തയിൽ നിന്നും നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്നുള്ള ആ ഒരു മൂവ്മെന്റ് തന്നെ ഇന്ത്യയിൽ രൂപപ്പെടാനും അത് പിന്നീട് ഇന്ത്യ ആസ് എ കൺട്രി അല്ലെങ്കിൽ ഇന്ത്യ ആസ് എ നാഷൻ എന്നുള്ള ആ ഒരു നാഷൻഹുഡ്
എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് വന്നത് ബ്രിട്ടീഷുകാരുടെ ഈ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് റൂളിന്റെ ഒരു അനന്തരഫലമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതാണ് ഫസ്റ്റ് അതാണ് നമ്മൾ നോക്കിയ ടോപ്പിക്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് പെർസ്പെക്റ്റീവ്സ് ഓൺ ഇന്ത്യ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. കൊളോണിയൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഉണ്ടായിരുന്നു. പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ വ്യൂസ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇൻഡോളജിക്കൽ വ്യൂ, കൊളോണിയൽ വ്യൂ, നാഷണലിസ്റ്റ് വ്യൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് ആ ഒരു കൊളോണിയൽ ടൈമിൽ ഉണ്ടായിരുന്ന ഇന്ത്യയിലുള്ള നാഷണലിസ്റ്റുകളും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരായിട്ടുള്ള കൊളോണിയലിസ്റ്റുകളും ബ്രിട്ടീഷുകാരായിട്ടുള്ള ഇൻഡോളജിസ്റ്റുകളും ഒക്കെ എങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇൻഡോളജി എന്താന്നുള്ളത് നമ്മൾ പറയാട്ടോ. കൊളോണിയൽ ആൾക്കാർ ആരാന്നുള്ള അറിയില്ല, അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആ ഒരു റൂളേഴ്സ് ആണ് കൊളോണിയൽ റൂളേഴ്സ്. അവരുടെ ഒരു വ്യൂ എന്തായിരുന്നു. അതുപോലെ തന്നെ നാഷണലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബാലഗംഗാധര തിലക്, ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി പോലെയുള്ള ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാഷണലിസ്റ്റ് ലീഡേഴ്സിന്റെ വ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നു. പിന്നെ ഇൻഡോളജി എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇൻഡോളജി, സോഷ്യോളജി എന്നൊക്കെ പറയുന്നത് ഒരു സോഷ്യോളജി എന്താണ്, സയൻസ് ഓഫ് സൊസൈറ്റി ആണ്. ഇൻഡോളജി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരായിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ വെസ്റ്റേൺ ചിന്തകന്മാര് എങ്ങനെ ഇന്ത്യൻ സൊസൈറ്റിയെ ഇന്ത്യയുടേതായിട്ടുള്ള ടെക്സ്റ്റുകളിലൂടെയും ലിറ്ററേച്ചറിലൂടെയും എങ്ങനെയാണ് ഇന്ത്യയെ പഠിച്ചത് എന്നുള്ള ആ ഒരു വ്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇൻഡോളജി എന്ന് പറയാം. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ലിറ്ററേച്ചറുകളും ഇന്ത്യൻ ടെക്സ്റ്റുകളും, ഇന്ത്യൻ ടെക്സ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ ട്രഡീഷണൽ ടെക്സ്റ്റുകളായിട്ട് പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുസ്മൃതി, അതേപോലെ ഹിന്ദുയിസത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് രാമായണം, മഹാഭാരതം പോലെയുള്ള ഒരുപാട് ടെക്സ്റ്റുകൾ നേരത്തെ പറഞ്ഞ മനുസ്മൃതിയൊക്കെ മെയിനായിട്ട് മനുസ്മൃതിയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലുള്ള ആ ഒരു സോഷ്യൽ സിസ്റ്റം, അക്കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു കാസ്റ്റ് സിസ്റ്റവും വർണ്ണ സിസ്റ്റം ഒക്കെ ആയിരുന്നു ഇന്ത്യയിലുള്ള ഒരു സോഷ്യൽ ഓർഡർ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സൊസൈറ്റിയെ റൂൾ ചെയ്തിരുന്ന ഓർഡർ എന്ന് പറയുന്നത് ആ ഒരു വർണ്ണ സിസ്റ്റം ഒക്കെ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏതൊരു ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു, നമ്മൾ ഈ ഒരു ഹിന്ദുയിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള ട്രഡീഷണൽ ടെക്സ്റ്റുകൾ, അതായിരുന്നു നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതിൽ ഉള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്തിരുന്നത് എന്നാണ്. അപ്പൊ ആ ഒരു ഇന്ത്യൻ ടെക്സ്റ്റുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ആ ഒരു സത്ത, അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി എന്താണ്, അല്ലെങ്കിൽ എന്താണെന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ തന്നെ ലിറ്ററേച്ചറും ഇന്ത്യയുടെ തന്നെ ടെക്സ്റ്റുകളും വായിക്കണം എന്നുള്ളത് ബ്രിട്ടീഷുകാര് മനസ്സിലാക്കുകയാണ്. ആ ഒരു വ്യൂവിനെയാണ് നമ്മുടെ ഇൻഡോളജിക്കൽ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു വർണ്ണ സിസ്റ്റം അതൊന്നും അവരുടെ രാജ്യത്ത്, യൂറോപ്പിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ഒരു പുതിയ കാര്യത്തെ കുറിച്ചിട്ട് അവര് സൊസൈറ്റിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഒരു വലിയൊരു പിടുത്തമൊന്നും കിട്ടിയിരുന്നില്ല, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അവര് മനസ്സിലാക്കി ഇതൊക്കെ ഇന്ത്യക്കാർ ഫോളോ ചെയ്യുന്നത് ഈ ഒരു അവരുടെ ഹിന്ദുയിസത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ ടെക്സ്റ്റ് ഫോളോ ചെയ്തിട്ടാണ് എന്നുള്ളത്. അപ്പൊ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുകയാണ് ഈ ടെക്സ്റ്റുകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ത്യക്കാരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ഇൻഡോളജിക്കൽ വ്യൂ വരുന്നത്. The need to govern people of various ethnic groups and different cultures created the urgency in the European rulers to study the life and culture of the ruled. അതായത് ഒരു രാജ്യം അവര് പുതുതായിട്ട് ഇന്ത്യൻ സൊസൈറ്റിയെ റൂൾ ചെയ്യാൻ പോവാണ് അല്ലെ. അപ്പൊ ഒരു സൊസൈറ്റിയെ വ്യക്തമായിട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ കുറിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ ഒരു സൊസൈറ്റീനെ റൂൾ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം ഇന്ത്യയിലെ ഏതെങ്കിലും
ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയാൽ പോരാ. കാരണം ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് ഓഫ് കൾച്ചറും ഓരോ ടൈപ്പ് ഓഫ് പീപ്പിളും ആണുള്ളത്. അപ്പൊ ഇവരെ ഒക്കെ കൂടി ഒരുമിച്ച് ഭരിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരെ കുറിച്ച് ആദ്യം വ്യക്തമായിട്ട് പഠിക്കണം. അപ്പൊ അങ്ങനെ പഠിച്ചതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു പീപ്പിളിനെ എങ്ങനെ ഗവേൺ ചെയ്യാം എന്നുള്ളതായിരുന്നു. അതായത് എങ്ങനെ ഇവരെ അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാം എന്നുള്ള ആ ഒരു ഐഡിയയിൽ നിന്നാണ് അവര് ഈ ഒരു ടെക്സ്റ്റുകൾ വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇതിനു വേണ്ടിയിട്ട് എന്താക്കി, അവര് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റീസും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. മോഡേൺ എഡ്യൂക്കേഷൻ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒക്കെ ഈ ഒരു ദ കോളേജ് അറ്റ് ഫോർട്ട് വില്യംസ് ഇൻ കൽക്കട്ടയിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയാണ്. ആ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിന്റെ മെയിൻ ഗോളായിട്ട് പറയുന്നത് ട്രെയിനിങ് യങ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് അതർ ഇന്ത്യൻ ലാംഗ്വേജസ് ആൻഡ് ഓൾസോ കൾച്ചർ. അപ്പോൾ ഈ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ടെക്സ്റ്റുകൾ വായിച്ചിട്ട് ഇന്ത്യൻ സൊസൈറ്റിയെ മനസ്സിലാക്കാം എന്നുള്ളത് അവർ മനസ്സിലാക്കിയപ്പോഴും അവരുടെ മുമ്പിൽ വേറൊരു ചലഞ്ച് വന്നത് ഈ ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നത് സാൻസ്ക്രിറ്റിലും അതുപോലെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജസിലും ആയിരുന്നു ഈ ടെക്സ്റ്റുകൾ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാൻസ്ക്രിറ്റ് അറിയണം. അപ്പൊ അവർ ഈ ഒരു ഇങ്ങനെയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് സ്ഥാപിച്ചത് സാൻസ്ക്രിറ്റ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സാൻസ്ക്രിറ്റും മറ്റ് ഇന്ത്യൻ ലാംഗ്വേജസും പഠിപ്പിക്കുക എന്നുള്ള ഒരു, അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ്സിനെ, ബ്രിട്ടീഷുകാരായിട്ടുള്ള ഓഫീസേഴ്സിനെ സാൻസ്ക്രിറ്റും ഇന്ത്യൻ ലാംഗ്വേജസും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻ ആയിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. പിന്നെ അവർ ഒരുപാട് ഈ ടെക്സ്റ്റുകൾ ഇപ്പോൾ ഈ സാൻസ്ക്രിറ്റും ഇന്ത്യൻ ലാംഗ്വേജസും പഠിച്ച ബ്രിട്ടീഷ് ഓഫീസേഴ്സ് എന്ത് ചെയ്തു, ഇത് അവരുടെ ഭാഷയിലേക്ക്, അതായത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. മറ്റ് ഓഫീസേഴ്സിന് അല്ലെങ്കിൽ അതായത് പുതുതായിട്ട് വരുന്ന യങ് ഓഫീസേഴ്സിന് എന്താണ് ഈ ഒരു ടെക്സ്റ്റുകൾ വായിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അവർ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. The textual or Brahmanical version of Indian society was constructed that greatly neglected the way the masses lived. പക്ഷെ ബ്രിട്ടീഷുകാർ ഈ ഒരു ഇന്ത്യൻ ടെക്സ്റ്റുകളൊക്കെ വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ ഒരു ബ്രാഹ്മണിക്കൽ വേർഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി മാത്രമാണ് അവർക്ക് മനസ്സിലായത്. ഈ ഒരു വർണ്ണ സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം, ഇതൊക്കെ എന്താണെന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലായി. പക്ഷേ അവർ നെഗ്ലക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് പലപ്പോഴും പല പ്രദേശങ്ങളിലും ഈ ഒരു ഹിന്ദുയിസം ആണ് എന്താണ് ഏറെക്കുറെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോ കേരളത്തിലെ ഹിന്ദുയിസം അല്ല നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുയിസം. അതായത് ജനങ്ങള് അത് പ്രാക്ടീസ് ചെയ്യുന്നത് വ്യത്യസ്ത രീതികളിലായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. അവര് ആ ഒരു ടെക്സ്റ്റൽ വ്യൂ മാത്രം നോക്കിയിട്ട് ഇതാണ് ഇന്ത്യ എന്നുള്ള ആ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുകയാണ്. The School of Indology drew attention to the presence of a traditional Sanskritic and higher civilization that demonstrate a semblance of oneness. അപ്പോൾ നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ത്യക്കാർ എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരേപോലെ ജീവിക്കുന്ന ആളുകളാണ്. മെജോറിറ്റി ആളുകളും ഹിന്ദുയിസം ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് പൊതുവായിട്ട് ഹിന്ദുയിസം എന്നുള്ള ആ ഒരു കൾച്ചറാണ് ഉള്ളത് എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവര് മനസ്സിലാക്കിയ ആ ഒരു രീതി, അതായത് ഇന്ത്യൻ ടെക്സ്റ്റുകൾ വായിച്ചപ്പോൾ അവർക്ക് അതാണ് കിട്ടിയത്. അല്ലാതെ അവരൊരിക്കലും ഇന്ത്യക്കാരുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇന്ത്യയെ പഠിക്കാൻ ഈ ഒരു ഇൻഡോളജിസ്റ്റുകൾ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ഡിമെറിറ്റ് ആയിരുന്നു അത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എന്താണ് ഹയർ ആയിട്ടുള്ള ഈ ഒരു സാൻസ്ക്രിറ്റും അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള ബ്രാഹ്മണിക്കൽ സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആണ് എന്നുള്ളത് അതാണ് അവര് ഈ ഒരു ടെക്സ്റ്റുകൾ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഇന്ത്യയുടെ ഒരു റീജിയണലും അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റീസിനെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മറക്കുകയും മാത്രമല്ല ഈ ഒരു ടെക്സ്റ്റുകൾ വായിച്ചിട്ട് ഇന്ത്യ ഒരു ഏറെക്കുറെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഹിന്ദുയിസം എന്നുള്ള ആ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ ഇന്ത്യക്കാരെ ഒരു ഹിന്ദു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റിൽ അവരെത്തുകയാണ്.
പിന്നെ ഈ ഒരു ഇൻഡോളജിസ്റ്റുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് അസംഷൻസ് എന്ന് പറയുമ്പോൾ അവർ ഈ ഒരു ടെക്സ്റ്റുകൾ വായിച്ചപ്പോൾ അവർ കണ്ടെത്തിയ കുറച്ച് എന്താണ് അവരുടെ കുറച്ച് അനുമാനങ്ങൾ, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് 3 അസംഷൻസ് ആണ് പറയുന്നത്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് അസംഷൻ എന്തായാലും നോക്കാം. ഇന്ത്യ ഹാഡ് എ ഗ്ലോറിയസ് പാസ്റ്റ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വൺ മസ്റ്റ് ഗോ ബാക്ക് ടു ദ സാക്രഡ് ബുക്സ് ദാറ്റ് വെർ റിട്ടൺ ഡ്യൂറിങ് ദ ആൻഷ്യന്റ് ടൈംസ്. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അതായത് ഇന്ത്യയുടെ ആ ഒരു ട്രഡീഷൻ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാക്രഡ് ബുക്സ് വായിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒന്നാമത്തെ അസംഷൻ. അതൊരു അസംഷൻ എന്ന് പറയുമ്പോൾ അത് അസംഷന്റെ പ്രത്യേകത എന്താണ്? അത് തെറ്റായിരിക്കാം, അത് ശരിയായിരിക്കാം അല്ലെ? അത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടല്ല അസംഷൻസ് ഉണ്ടാകുക. അസംഷൻസ് പലപ്പോഴും നമ്മളത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. അങ്ങനെയുള്ള ഇംഗ്ലീഷുകാർ മുന്നോട്ട് വെച്ച ഒരു അസംഷൻ ആയിരുന്നു ഈ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റുകൾ വായിച്ചാൽ ഇന്ത്യയെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് these ancient books reveal the real ideas of the Indian culture and society. അവർ പറയുന്നത് എന്താണ്? ഇന്ത്യൻ ടെക്സ്റ്റുകളാണ് ഇന്ത്യൻ കൾച്ചറിനെയും സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു റിയൽ പിക്ചർ തരുന്നത് ഈ ടെക്സ്റ്റുകളാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ വൺ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദീസ് ബുക്സ് ടു ചാർട്ട് ഔട്ട് ദ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഇന്ത്യയുടെ പാസ്റ്റും പ്രസന്റും ഒക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റുകൾ മാത്രം റീഡ് ചെയ്താൽ മതി എന്നായിരുന്നു ഇൻഡോളജിസ്റ്റുകൾ പറഞ്ഞത്. Institutions should be set up to encourage the study of ancient Indian texts and teach Sanskrit and Persian literature and poetry. പിന്നെ ബ്രിട്ടീഷുകാരായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ്സിനെ രൂപപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇന്ത്യൻ ലാംഗ്വേജസും ഇന്ത്യൻ ടെക്സ്റ്റുകളും പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റീസും ഇന്ത്യയിൽ സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ മൂന്നാമത്തെ അസംഷൻ. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ അസംഷൻ എന്തായിരുന്നു? ഇന്ത്യക്കാരെ മനസ്സിലാക്കാൻ ഈ സാക്രഡ് ബുക്സ് വായിച്ചാൽ മതി എന്നുള്ളത്. രണ്ടാമത് പറഞ്ഞത് ഈ ഒരു സാക്രഡ് ബുക്സിലാണ് ഇന്ത്യയുടെ ആ ഒരു കൾച്ചറും സൊസൈറ്റിയും ഒക്കെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഇന്ത്യയുടെ പാസ്റ്റ് അവർ മനസ്സിലാക്കിയല്ലോ. അപ്പൊ അവർക്ക് ഇന്ത്യയുടെ ഫ്യൂച്ചർ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു മെച്ചപ്പെട്ട ഒരു ഭരണം രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളത് അവരുടെ രണ്ടാമത്തെ അസംഷൻ ആയിരുന്നു. മൂന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഓഫീസേഴ്സിനെ ഈ ഒരു ആൻഷ്യൻ ടെക്സ്റ്റുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപപ്പെടുത്തിയെടുക്കണം എന്നുള്ളതായിരുന്നു. ഇതൊക്കെ ഈ ഒരു പോയിന്റ്സിലൊക്കെ പറയുന്ന ഇതായിരുന്നു. അവര് ഇന്ത്യയുടെ ഒരു എന്താണ് മെയിൻ ആയിട്ടുള്ള ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഹിന്ദുയിസം ആണ് എന്നുള്ള ആ ഒരു വാദത്തിലേക്ക് ബ്രിട്ടീഷുകാർ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു മോർ യൂണിറ്ററി ഡെഫിനിഷൻ, അതായത് ഇന്ത്യക്ക് ആ ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ സമം ഹിന്ദുയിസം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ബ്രിട്ടീഷുകാർ എത്തുകയാണ്. ആ ഒരു കൺസെപ്റ്റ് കാരണം തന്നെ ഇന്ത്യയുടെ വില്ലേജുകളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ട്രൈബൽ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഉണ്ടായിരുന്ന അവരുടേത് മാത്രമായിട്ടുള്ള കുറച്ച് കൾച്ചറും പ്രാക്ടീസസും ഒക്കെ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് ഈ ഒരു ഇൻഡോളജിക്കൽ വ്യൂവിലൂടെ ഇന്ത്യയെ പഠിച്ചപ്പോൾ അതൊക്കെ അവര് മിസ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഇൻഡോളജിസ്റ്റ് പറഞ്ഞാല് നേരത്തെ എന്താണ് ഇന്ത്യൻ ടെക്സ്റ്റുകളും ലിറ്ററേച്ചറും പഠിച്ചാൽ മതി, ഇന്ത്യൻ സൊസൈറ്റിയെ മനസ്സിലാക്കാം എന്നുള്ള ആ ഒരു വാദം മുന്നോട്ട് വെച്ചിട്ടുള്ള ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ, അവരാണ് ഇൻഡോളജിസ്റ്റുകൾ. അതിന് കുറച്ച് ഇൻഡോളജിസ്റ്റുകളുടെ പേരാണ് ഞാൻ അവിടെ കൊടുത്തത്. മാക്സ് മുള്ളർ, വില്യം ജോൺസ്, ഹെൻറി മെയിൻ ആൻഡ് ഹെൻറി തോമസ് കോൾബ്രൂക്ക്, അലക്സാണ്ടർ ഡോ എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട ഇൻഡോളജിസ്റ്റുകളായിരുന്നു. പിന്നെ ഇൻഡോളജിസ്റ്റുകൾ ഒരുപാട് ഇന്ത്യൻ ടെക്സ്റ്റുകൾ, സാക്രഡ് ടെക്സ്റ്റുകൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വില്യം ജോൺസ് മനുസ്മൃതി. വില്യം ജോൺസ് ഒരുപാട് ഇന്ത്യൻ ടെക്സ്റ്റുകൾ, ഇന്ത്യൻ ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ബുക്കായിരുന്നു, സാക്രഡ് ടെക്സ്റ്റ് ആയിരുന്നു മനുസ്മൃതി. പിന്നെ ഇൻഡോളജിക്കൽ വ്യൂ നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷുകാരായിട്ടുള്ള എന്താണ് ആളുകള് ഫോളോ ചെയ്തിരുന്ന ആ ഒരു വ്യൂ ആയിരുന്നു ഇൻഡോളജിക്കൽ വ്യൂ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ
ഈ ഒരു ഇൻഡോളജിക്കൽ വ്യൂയിലൂടെ ഇവരൊക്കെ വില്യം ജോൺസ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരെഴുതിയ ബുക്സ് ഒക്കെ പിന്നീട് ഇന്ത്യക്കാരായിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള AK കുമാരസ്വാമി, PK മുഖർജി, DP മുഖർജി, GS ഗുരെ ഇവരൊക്കെ ഈ ഒരു ടെക്സ്റ്റുകൾ പിന്നീട് പഠിക്കുകയും അതിൻ്റെ ബേസിൽ ഇന്ത്യയുടെ കൾച്ചറിനെ ഇന്ത്യക്കാരായിട്ടുള്ള ഈ സോഷ്യോളജിസ്റ്റുകൾ എഴുതാൻ ശ്രമിച്ചു. അങ്ങനെ ഹോമോ ഹൈറാർക്കിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ലൂയിസ് ഡൂമണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പഠിക്കാനില്ല, അതൊക്കെ എന്താണ് ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ചിട്ട് ഇൻഡോളജിക്കൽ വ്യൂവിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഒക്കെ ആയിരുന്നു. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ ഇൻഡോളജിക്കൽ വ്യൂയിലൂടെ ഇന്ത്യയെ നോക്കി കണ്ട ആ ഒരു കൺസെപ്റ്റുകളൊക്കെ അവരെഴുതിയ ബുക്കായിരുന്നു ഹോമോ ഹൈറാർക്കിക്കസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ബ്രിട്ടീഷുകാര് ഇന്ത്യയെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ടെക്സ്റ്റുകൾ ഉപയോഗിച്ച സമയത്ത് അവര് ഒരുപാട് അതിൽ തെറ്റായിട്ടുള്ള ഒരുപാട് അസംഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫാക്ട്സും സ്വാഭാവികമായിട്ടും അവര് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പഠിച്ചിട്ട് ഇന്ത്യയിൽ ഇവരെ പോലെയുള്ള ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ എമർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാരണമായി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഇൻഡോളജിസ്റ്റുകൾ ആരായിരുന്നു, ഇൻഡോളജിസ്റ്റുകൾ ഫോളോ ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ വ്യൂ ആണ് എന്ത്, ഫസ്റ്റ് വ്യൂ ആയിരുന്നു ഇൻഡോളജിക്കൽ വ്യൂ, സെക്കൻഡ് വ്യൂ ആണ് കൊളോണിയൽ വ്യൂ. കൊളോണിയൽ വ്യൂ എന്ന് പറയുമ്പോൾ തീർത്തും ബ്രിട്ടീഷുകാരായിട്ടുള്ള ആ ഒരു ട്രേഡേഴ്സിന്റെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന അവരുടെ വ്യൂ ആണ് കൊളോണിയൽ വ്യൂ എന്ന് പറയുന്നത്. The aim of the British colonial interest in studying the traditional Indian society proved useful in laying the foundation for further studies of Indian society. ഈ കൊളോണിയൽ റൂളിന്റെ, ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ റൂളിന്റെ സമയത്ത് ബ്രിട്ടീഷുകാര് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ട് ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ബുക്സ് ഒക്കെ പിന്നീട് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് പിൽക്കാലത്ത് വന്നിട്ടുള്ള ഒരുപാട് ചിന്തകന്മാർക്ക് അത് വലിയൊരു ഇൻഫ്ലുവൻസ് ആയി എന്നാണ് പറയുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കുറിച്ച് പഠിച്ചത് അവരുടെ മെയിൻ എയിം ഓഫ് സ്റ്റഡി എന്തായിരുന്നു, ഹൗ ടു ഗവേൺ ഇന്ത്യ ബെറ്റർ, എങ്ങനെ ഇന്ത്യയെ ഏറ്റവും നല്ല രീതിയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ഈ ഒരു അവരുടെ ഈ ഒരു സ്റ്റഡീസിന്റെ ഒക്കെ പിന്നിൽ വർക്ക് ചെയ്ത ആ ഒരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത്. The view of the British colonialists can be subdivided into missionaries and administratives. ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന രണ്ട് വിഭാഗം ആയിരുന്നു മിഷനറീസും അഡ്മിനിസ്ട്രേറ്റീവ്സും. മിഷനറീസ് എന്ന് പറയുമ്പോൾ യൂറോപ്പിൽ നിന്ന് ഒരുപാട് മിഷനറീസ് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്, മിഷനറീസ് ആരാണ്, അതായത് മതപ്രബോധകരാണ് അല്ലെ, മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മതപ്രബോധകർ. അപ്പോ ഈ ഒരു യൂറോപ്പിൽ നിന്നും ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ക്രിസ്ത്യാനിറ്റി എന്നുള്ള ആ ഒരു റിലീജിയന്റെ മതപ്രബോധകരായിട്ട് വന്നിട്ടുള്ള ആളുകളായിരുന്നു മിഷനറീസ്. അവരുടെ ഒരു വ്യൂ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. The view developed through the writings of early evangelicals, അതായത് പ്രൊട്ടസ്റ്റൻസ്. പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു വിഭാഗമാണ് പ്രൊട്ടസ്റ്റൻസ്. അവർ ഈ ഒരു ലേറ്റ് 18th സെഞ്ച്വറിയിൽ ഇന്ത്യയിൽ ചെയ്തത് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയെ എങ്ങനെ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാം, ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാം എന്നുള്ളതായിരുന്നു ഈ ഒരു മിഷനറീസിന്റെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരുടെ അതിനു വേണ്ടിയിട്ട് അവർ കുറെ ബുക്സ് ഇതുപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. They viewed Indian society as being essentially undignified as compared to the British society. അവർ ഈ ഒരു മിഷനറീസ് ബ്രിട്ടീഷ് സൊസൈറ്റിയുമായിട്ട് ഇന്ത്യൻ സൊസൈറ്റിയെ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞത് എന്താണ്, ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു അൺഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്.
അതുപോലെ തന്നെ അൺഡിഗ്നിഫൈഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റിക്ക് പ്രത്യേകിച്ച് ഒരു ഡിഗ്നിറ്റി ഒന്നുമില്ല. അവർക്ക് പ്രത്യേകിച്ച് ഒരു മഹത്വോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗുഡ് എന്ന് പറയാൻ ഇന്ത്യൻ സൊസൈറ്റിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരുപാട് അബ്സർഡിറ്റീസും ഒരുപാട് ഫൂളിഷ് ആയിട്ടുള്ള ഒരുപാട് പ്രാക്ടീസസും ഒക്കെ നടക്കുന്ന ഒരു സൊസൈറ്റി. അതാണ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളതായിരുന്നു മിഷനറീസിന്റെ ഒരു ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റി, അതായത് പറ്റ ലോ ആയിട്ടുള്ള നമ്മള് മലയാളത്തിൽ വേറൊരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ തീരെ സിവിലൈസ്ഡ് അല്ലാത്ത അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സിവിലൈസ് ചെയ്ത് അല്ലെങ്കിൽ പരിഷ്കരിപ്പിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്താൽ മതി. ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഹിന്ദുയിസം, ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇന്ത്യൻ സൊസൈറ്റി ഇത്രയും അൺസിവിലൈസ്ഡ് ആയി പോയത്. അവരെ മോഡേൺ ആക്കണമെന്നുണ്ടെങ്കിൽ, അവരെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് ക്രിസ്ത്യാനിറ്റിന്റെ ആ ഒരു വേ ഓഫ് ലൈഫ് ഫോളോ ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു മിഷനറീസ് പറഞ്ഞത്. അതിനായിരുന്നു അവര് പ്രധാനമായിട്ടും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ക്രിസ്ത്യാനിറ്റി എന്നുള്ള ആ ഒരു റിലീജിയനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തു. they translated Bible into vernacular languages. Vernacular languages എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ലോക്കൽ ആയിട്ടുള്ള ലാംഗ്വേജുകൾ, അതിലേക്ക് ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ് അവർ ഫസ്റ്റ് ചെയ്തത്. കാരണം ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈബിൾ ആണല്ലോ. അപ്പോൾ അത് വെർണാക്കുലർ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പരമാവധി ഇന്ത്യയിൽ വിതരണം ചെയ്യുക. അപ്പോൾ ഇന്ത്യക്കാർക്ക് അത് വായിച്ചിട്ട് അതിലൂടെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടാനൊക്കെ അത് സഹായിക്കും എന്നുള്ളതായിരുന്നു മിഷനറീസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട സംഗതി. അത് മാത്രമല്ല, അവരെന്ത് ചെയ്തു? മിഷനറീസ് ഓൾസോ ഹെൽപ്ഡ് ഇൻ ദ സ്പ്രെഡ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അതായത് ഈ ഒരു ക്രിസ്ത്യാനിറ്റിയെ പ്രചരിപ്പിക്കുക, അതിന്റെ ടീച്ചിങ്സ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മോഡേൺ എഡ്യൂക്കേഷനും അവര് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ തന്നെ അവര് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് വില്ലേജസ്, അതേപോലെ തന്നെ റിമോട്ട് ഏരിയാസ് ആയിട്ടുള്ള ട്രൈബൽ പീപ്പിളും അതുപോലെ വില്ലേജ് പീപ്പിളൊക്കെ ജീവിക്കുന്ന ഇന്ത്യയുടെ റിമോട്ട് ഏരിയാസ് അവര് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ടീച്ചിങ്സ് പഠിപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ ഫോറസ്റ്റുകളിൽ ഉണ്ടായിരുന്ന ട്രൈബൽ പീപ്പിളിനെയും ഇന്ത്യയുടെ വില്ലേജുകളിലൊക്കെ ഉണ്ടായിരുന്ന ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനൊക്കെ അവർ വളരെ വലിയ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഷനറീസിന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. അവരുടെ വ്യൂ എന്തായിരുന്നു? ദർ വാസ് നോ ഗ്ലോറിയസ് പാസ്റ്റ്. ഇന്ത്യക്ക് ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള പാസ്റ്റ് ഒന്നും, ഹിസ്റ്ററി ഒന്നും ഇല്ല. അതിൽ ഒരുപാട് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് അബ്സർഡിറ്റീസ്, ഒരുപാട് ഫൂളിഷ് ആയിട്ടുള്ള ഒരുപാട് പ്രാക്ടീസസ്, അവർ ഈ കാസ്റ്റ് സിസ്റ്റത്തിനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് അബ്സർഡിറ്റീസ് ഉള്ള ഒരു സൊസൈറ്റിയാണ് ഇന്ത്യൻ സൊസൈറ്റി. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു പറയപ്പെടുന്ന ഒരു ഭയങ്കര മഹത്തായ പാരമ്പര്യമൊന്നും അതിനില്ല എന്നുള്ളതായിരുന്നു മിഷനറീസ് പറഞ്ഞത്. പിന്നെ മിഷനറീസ് ആരൊക്കെയായിരുന്നു? ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. കുറച്ച് എക്സാമ്പിൾ മാത്രമാണ് ഞാൻ അവിടെ കൊടുത്തത്. ബുച്ച്മാൻ, വില്യം കേറെ അബ്ബെ ഡുബിയസ്, വില്യം വാർഡ് ആൻഡ് സർ ജോൺ ഷോർ, ഇവരൊക്കെ ഈ ഒരു ഹിന്ദുയിസത്തിനെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നശിപ്പിക്കാൻ തന്നെ ശ്രമിച്ചു. എന്നിട്ട് അവര് ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ മിഷനറീസ് ആരാണെന്ന് മനസ്സിലായി. ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റിയെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിൽ നിന്നും വന്നിട്ടുള്ള മതപ്രബോധകരാണ് മിഷനറീസ്. അവരുടെ ഒരു വ്യൂ ആണ് നമ്മൾ നോക്കിയത്. പിന്നെ രണ്ടാമത്തെ വ്യൂ, ആ ഒരു കൊളോണിയൽ വ്യൂവിൽ വരുന്ന രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ ആരായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ്സ് ആയിരുന്നു. അവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഇന്ത്യയെ എങ്ങനെ ഭരിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോ ഇന്ത്യൻ സൊസൈറ്റിയെ ഭരിക്കാൻ വേണ്ടിയിട്ട്, അതിന് ഇന്ത്യൻ സൊസൈറ്റിയെ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട്
യൂണിവേഴ്സിറ്റീസ് ഇവർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ മെയിൻ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്ത്യൻ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതായിരുന്നു. അതാണ് അവർ ദ പർപ്പസ് വാസ് ടു അണ്ടർസ്റ്റാൻഡ് ഇന്ത്യ ഇൻ ഓർഡർ ടു എക്സ്പ്ലോയിറ്റ് ഇറ്റ്സ് റിസോഴ്സസ്. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപാട് സോഷ്യൽ സ്ട്രക്ചേഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ബ്രിട്ടീഷ് ലോയും അതുപോലെ തന്നെ റവന്യൂ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ ആളുകളെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഈ അഡ്മിനിസ്ട്രേറ്റീവ്സ് ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഓഫീസേഴ്സിനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിയമിച്ചു. എന്നിട്ട് അവരടുത്ത് ബ്രിട്ടീഷുകാരായിട്ടുള്ള മേലുദ്യോഗസ്ഥർ പറഞ്ഞത് എന്താണ്? ഇന്ത്യയുടെ കാസ്റ്റ് സിസ്റ്റത്തെയും ഇന്ത്യയുടെ ട്രൈബൽ സിസ്റ്റത്തെയും ഇന്ത്യയുടെ വില്ലേജ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെയൊക്കെ അതാത് പ്രദേശങ്ങളിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥര് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അവരത് അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് എഴുതി വെക്കുക. എന്നാൽ ഇനി പുതുതായിട്ട് വരുന്ന ബ്രിട്ടീഷ് ഓഫീസേഴ്സിനും അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇന്ത്യയിൽ എങ്ങനെ ഒരു ഇന്ത്യയെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂള് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇവർ പ്രധാനമായിട്ടും നോക്കിയത്. അപ്പൊ നമ്മൾ ഈ പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. അതായത് കാസ്റ്റുകളും ട്രൈബുകളും ഒക്കെ പഠിച്ചിട്ട് എങ്ങനെ ഇന്ത്യയെ ഗവേൺ ചെയ്യാം എന്നുള്ളതായിരുന്നു ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ്സ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത്. പിന്നെ അതിനു വേണ്ടിയിട്ട് അവർ ഇന്ത്യയിൽ നമുക്കറിയാം ബ്രിട്ടീഷുകാര് സെൻസസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സെൻസസ് കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലാതെ കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പീപ്പിളിനോട് ചോദിക്കുന്നത് എന്തിനാണ്? ആ ഒരു കാസ്റ്റിനെ കുറിച്ചിട്ടും ആ ഒരു വില്ലേജിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സിസ്റ്റങ്ങളെ കുറിച്ചിട്ടും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ആ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള സെൻസസ് ഒക്കെ ഇന്ത്യയിൽ ആ ഒരു രീതിയിലൊക്കെ അവർ ഇന്ത്യയെ പഠിക്കാൻ ശ്രമിച്ചത്. പിന്നെ കാസ്റ്റ്, അതുപോലെ തന്നെ ട്രൈബൽസ്, വില്ലേജസ്, ഇതൊക്കെ അവർ പഠന വിഷയമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഓഫീസേഴ്സ്. കാരണം അതായത് അവര് വില്ലേജുകളെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? അതായത് ഇന്ത്യ ഒരുപാട് വില്ലേജസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. വില്ലേജിൽ ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വില്ലേജിനെ വില്ലേജിലായിരുന്നു മെയിൻ ആയിട്ടും ഈ ഒരു അഗ്രികൾച്ചറും അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ റിസോഴ്സസ് ഒക്കെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് വില്ലേജുകളിലായിരുന്നല്ലോ. അപ്പോൾ വില്ലേജിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വില്ലേജ് ലൈഫിനെ കുറിച്ചിട്ട് പഠിക്കണം. അപ്പോഴേ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൂൾസും ലോസും ഒക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു റവന്യൂ സിസ്റ്റംസ് ഇല്ലേ, ജമീന്ദാരി, റൈറ്റ്വാരി തുടങ്ങിയ ആ ഒരു റവന്യൂ സിസ്റ്റം അവർ പ്രധാനമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്തത് എങ്ങനെ പെസൻസിനെ എങ്ങനെ കർഷകരെ ചൂഷണം ചെയ്യാമെന്ന്, കർഷകരിൽ നിന്ന് മാക്സിമം റിസോഴ്സസ് എങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഉദ്ദേശം മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ആ ഒരു കൃഷിരീതിയും ഇന്ത്യയിലെ വില്ലേജസിൽ ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ടാക്സ് സിസ്റ്റങ്ങൾ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ബ്രിട്ടീഷ് റൂളേഴ്സ് അതിനനുസരിച്ചിട്ടുള്ള പോളിസീസ് ഫ്രെയിം ചെയ്തു, റവന്യൂ ലോസ് ഫ്രെയിം ചെയ്തു, അതുപോലെ തന്നെ ജമീന്ദാർ എന്നുള്ള ആ ഒരു മിഡിൽ ക്ലാസ്സിനെ തന്നെ അവര് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജമീന്ദാർസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ബ്രിട്ടീഷുകാരുടെയും ഈ ഒരു കർഷകരുടെയും ഇടയിൽ നിന്നിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിരുന്നു. അതായത് ഈ ഒരു ജമീന്ദാർസ് ആണ് കർഷകരിൽ നിന്നും നികുതി പിരിച്ചെടുക്കുക, എന്നിട്ട് അത് ജമീന്ദാറാണ് അത് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുക. അങ്ങനെ അപ്പൊ എന്തായി, ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം എന്തായി, വളരെ രണ്ട് രീതിയിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ, വലിയൊരു അവര് കൃഷി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു റിസോഴ്സ് അതിന്റെ ഒരു ഏറിയ പങ്കും
ബ്രിട്ടീഷുകാരും ഈ ജമീന്ദാർസും കൊണ്ടുപോവാണ്. കർഷകർ മൊത്തത്തിൽ വെറും പണിയെടുക്കുക എന്നല്ലാതെ അതിന്റെ ഒരു സുഖം അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഉണ്ടായിരുന്നത് വെറും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അത് ആ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ആ ഒരു റൂള് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റവന്യൂ സിസ്റ്റം ഒക്കെ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓഫീസേഴ്സ് ആയിരുന്നു ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ഓഫീസേഴ്സ്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി കൊടുത്തതാണ് റൈറ്റ്വാരി സിസ്റ്റം, ജമീന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം എന്നൊക്കെ ഉള്ളത്. ഒരുപാട് ഇതുപോലെയുള്ള ഒരുപാട് ടാക്സ് റവന്യൂ സിസ്റ്റംസ് ഉണ്ടായിരുന്നു, ലാൻഡ് റവന്യൂ സിസ്റ്റംസ്. അപ്പൊ ഇതിൽ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഈ ഒരു സിസ്റ്റത്തിൽ ഫാർമർ നേരിട്ട് ടാക്സ് കൊടുക്കുന്നത് ബ്രിട്ടീഷുകാർക്കാണ്. എന്നാൽ ഈ സിസ്റ്റത്തിലൊക്കെ ഈ ഒരു മിഡിൽ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടായിരിക്കും. അപ്പോൾ ഇയാളെ കർഷകനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ക്ലാസ്സിന് ഉള്ള ഒരു ടാക്സ് കൊടുക്കണം. അപ്പോൾ മിഡിൽ മാന് എന്ത് ചെയ്യും, ഇവരുടെ അടുത്ത് നിന്ന് ടാക്സ് വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കും. അപ്പോൾ വലിയൊരു എമൗണ്ട് ആണ് കർഷകന് കൊടുക്കുക, കർഷകന് ടാക്സ് കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് കൊളോണിയലിസ്റ്റ് വ്യൂ ആണ്. കൊളോണിയലിസ്റ്റ് വ്യൂ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് നാഷണലിസ്റ്റ് വ്യൂ നോക്കാം. സോറി, നാഷണലിസ്റ്റ് വ്യൂ പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, നാഷണലിസ്റ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ്, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലക്, ഇതൊക്കെ ഒരു നാഷണൽ ലീഡേഴ്സിന്റെ കുറച്ച് എക്സാമ്പിളുകൾ മാത്രമാണ്. ഒരുപാട് പേരറിയുന്നതും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് നാഷണലിസ്റ്റ് ലീഡേഴ്സ് നമുക്കുണ്ടായിരുന്നു അല്ലെ. അവരുടെ ഒരു കഠിന പ്രയത്നം കൊണ്ടാണ് 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിതരായതൊക്കെ അവരുടെ ആ ഒരു ഐഡിയാസും അവരുടെ ആ ഒരു എഫേർട്ടിന്റെ ഒക്കെ ഒരു ഫലമായിട്ടാണ്. അപ്പോൾ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു, ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റവും ഇന്ത്യയുടേതായിട്ടുള്ള ഒരു റൂളും കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ ഉണ്ടായിരുന്നു. അത്രത്തോളം ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഇതുപോലെയുള്ള പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യ ഒരുപാട് പ്രിൻസിപ്പാലിറ്റീസും ഒരുപാട് സ്റ്റേറ്റ്സും ഡൈനാസ്റ്റീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിഭജിച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ വിഭജിച്ച് കിടന്ന സമയത്ത് ഇന്ത്യക്കാരെ റൂള് ചെയ്യുക എന്നുള്ളത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പണിയുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അവരാണ് ഇന്ത്യ ഒരു യൂണിഫൈഡ് നാഷൻ ആക്കിയിട്ട് മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പൊ അവരെങ്ങനെയായിരുന്നു വെച്ചാൽ ലോസും റൂൾസും ഒക്കെ കൊണ്ടുവന്നിട്ട് ഡൈവേഴ്സിറ്റീസിനെയും ഡിസ്ക്രിമിനേഷൻസിനെയും മാക്സിമം ഇല്ലാതാക്കിയിട്ട് കോമൺ ആയിട്ടുള്ള ഒരുപാട് റൂൾസും വാല്യൂസും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഇന്ത്യയുടെ ഒരു ബ്രിട്ടീഷുകാരിൽ നിന്ന് തന്നെയുള്ള ഒരു മോചനത്തിനായിട്ട് അത് ഇന്ത്യക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ വിശ്വസിച്ചത് എന്താണ്, ഇത്ര അധികം ഡൈവേഴ്സിറ്റീസ് ഉള്ള ഒരു കൺട്രിയെ ഒരിക്കലും ഒരു കോമൺ റൂളിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അവർ വിചാരിച്ചത് ഇന്ത്യ ഒരിക്കലും ഒരു നാഷൻ ആയിട്ട് മാറില്ല. കാരണം ഇന്ത്യക്ക് കോമൺ ആയിട്ടുള്ള ഒരു കൾച്ചറോ കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജോ കോമൺ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയോ അങ്ങനെയൊന്നും ബ്രിട്ടീഷുകാർക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവര് ഈ ഒരു ഡൈവേഴ്സിറ്റീസ് ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്കിടയിൽ ആ ഒരു ഇന്ത്യൻനെസ് എന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്ത്യാത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ഒരു നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഇന്ത്യയെ ആ ഒരു നാഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരുപാട് കോമൺ ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു 3ാമത്തെ പോയിന്റിൽ പറയും. ഓക്കെ,
ബ്രിട്ടീഷുകാരെന്താണ്? ദ ബ്രിട്ടീഷ് ബ്രോഡ് വേരിയസ് ഡൈവേഴ്സ് സെക്ഷൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി അണ്ടർ എ സിംഗുലർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആദ്യം ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിമിലേക്ക് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ അതിനെ ഒരു ശരിയായ രീതിയിൽ ഗവേൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ബ്യൂറോക്രസി, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ലോ, മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പ്രിന്റിംഗ് പ്രസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ദ എക്സ്പ്ലോയിറ്റേറ്റീവ് കൊളോണിയൽ സിസ്റ്റം അണ്ടർ ദ ബ്രിട്ടീഷ് ഗേവ് റൈസ് ടു ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ്. ഇന്ത്യയിൽ ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ് രൂപപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള കൊളോണിയൽ സിസ്റ്റം ഇന്ത്യക്കാർക്ക് മടുത്തു. അതായത് എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരുപാട് കാലം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്നപ്പോൾ ജനങ്ങൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു അല്ലെ, പട്ടിണി, ക്ഷാമം തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു കോമൺ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കോമൺ ഐഡിയ ഉയർന്നു വന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാക്കാൻ പറ്റൂ എന്നുള്ളത് ഇന്ത്യക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ അവരിൽ നിന്ന് കുറച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഒക്കെ ലഭിച്ചിട്ടുള്ള കുറച്ച് ലീഡേഴ്സ് ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടാണ് ഈ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റിനൊക്കെ രൂപം കൊടുത്തത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു നാഷണൽ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും ഓടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ആ ഒരു മൂവ്മെന്റിന്, ആ ഒരു പാർട്ടിക്ക് ഈ ഒരു നാഷണലിസ്റ്റ് ലീഡേഴ്സ് രൂപം നൽകുകയാണ്. ആ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആണ് പിന്നീട് ഇന്ത്യയുടെ ആ ഒരു ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വർക്ക് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് ഒരു കോമൺ കൾച്ചറോ കോമൺ ലാംഗ്വേജോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് ഇത്രയും അധികം ഡൈവേഴ്സിറ്റീസ് ഉണ്ടായത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ കീഴടക്കാൻ പറ്റിയത്. തമ്മിലടിപ്പിച്ച് ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ ഇന്ത്യക്കാർക്ക് തമ്മിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ത്യക്കാരെ തമ്മിലടിപ്പിച്ചിട്ടാണ് പുറത്തു നിന്നുള്ള ഒരു ശക്തിയായിട്ടുള്ള ബ്രിട്ടീഷുകാർ ഇന്ത്യയെ റൂൾ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യം മാറ്റിയെടുക്കണം, ഇന്ത്യക്കാരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ളത് ഈ ഒരു നാഷണലിസ്റ്റ് ലീഡേഴ്സ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇന്ത്യക്കാരിൽ ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ഫ്ലാഗും നാഷണൽ സോങ്ങും നാഷണൽ ആന്തം ഇതുപോലെയുള്ള ഒരുപാട് കോമൺ ആയിട്ടുള്ള ഇന്ത്യ എന്നുള്ള ആ ഒരു വികാരം ഇന്ത്യക്കാരിൽ കോമൺ ആയിട്ടുള്ള അങ്ങനെ ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരുപാട് സിംബൽസ് അവർ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു ആന്റി കൊളോണിയൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞത്, അതായത് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ആന്റി കൊളോണിയൽ മൂവ്മെന്റ് പിന്നീട് ഇന്ത്യയുടെ ഒരു ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള ഫ്രീഡത്തിലേക്കും അതുപോലെ തന്നെ അതുവരെ വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായിട്ട് നിലനിന്നിരുന്ന ആ ഒരു പ്രദേശം, ആ ഒരു സൊസൈറ്റിയെ ഒരു നാഷൻ അല്ലെങ്കിൽ ഒരു നാഷണൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ഇന്ത്യ എന്നുള്ള ഒരു കോമൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റവും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഭരണഘടനയും ഒരു പ്രധാനമന്ത്രിയും ഒക്കെ ഉള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് ഇന്ത്യ വന്നതിൽ ഈ ഒരു ആന്റി കൊളോണിയൽ മൂവ്മെന്റിന് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു നാഷൻ എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് വരില്ലായിരുന്നു എന്നുള്ളത്. ഇന്ത്യ അപ്പോഴും ചിലപ്പോൾ പഴയ പോലെ തന്നെ ഒരു നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരും ഒക്കെ ആയിട്ട് അങ്ങനെ നിലനിന്നിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടിയാണ് ഇന്ത്യക്ക് ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ്, മോഡേൺ എഡ്യൂക്കേഷനും വെസ്റ്റേൺ വാല്യൂസ് ഒക്കെ ഇന്ത്യയിലേക്ക് പ്രചരിച്ചപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് പുതുതായിട്ടുള്ള മോഡേൺ വാല്യൂസ് കിട്ടി.
അപ്പൊ അതാണ് ഇന്ത്യയെ പിന്നീട് ഇന്ത്യ എന്നുള്ള ഒരു നാഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കും പിന്നീട് ആ ഒരു എന്താണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റിനൊക്കെ അത് ഒരു എന്താണ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഒരു കോമൺ ശത്രുവിനെതിരെ ഇന്ത്യയിലുള്ള ആളുകള് അവരുടെ ഡൈവേഴ്സിറ്റീസ് ഒക്കെ മറന്നിട്ട് ഒരു കോമൺ ശത്രുവിനെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ള ആ ഒരൊറ്റ കാര്യത്തിലാണ് ഇന്ത്യയിലുള്ള വ്യത്യസ്ത ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒന്നിച്ചു വരുന്നത്. അവർ ഒന്നിച്ചു വരാനുള്ള കാരണം ഈ ഒരു ബ്രിട്ടീഷുകാരോടുള്ള ആ ഒരു വെറുപ്പ് അതെന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പൊ ആ ഒരു കോമൺ ശത്രുവിനെതിരെ ഒന്നിക്കുക എന്നുള്ള ആ ഒരു ആശയമാണ് ഇന്ത്യക്കാരെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നത്. The struggle brought all the sections of the society on a single platform against the British. പിന്നെ ദേശായി എന്ന് പറയുന്ന ഒരു നാഷണലിസ്റ്റ് സ്കോളറാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ, അതായത് നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ മാറ്റിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ എക്കോണമി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു കൊളോണിയൽ പീരീഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോഡേൺ ട്രാൻസ്പോർട്ടേഷൻ, ന്യൂ എഡ്യൂക്കേഷൻ, പ്രസ്, ഇതൊക്കെ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കോമൺ പ്രസ്സും മോഡേൺ എഡ്യൂക്കേഷനും ഒക്കെ കിട്ടിയതോടുകൂടി എന്തായി, ഇന്ത്യക്കാര് തന്നെ ഒരുപാട് പുതിയ വാല്യൂസ് ഒക്കെ മനസ്സിലാക്കി. അവര് തന്നെ അവരെ സൊസൈറ്റീനെ കുറിച്ചിട്ടും അവരുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഡിസ്ക്രിമിനേഷൻസും ഒരുപാട് സിസ്റ്റം, അതായത് അവർക്ക് തന്നെ ദോഷകരമായിട്ടുണ്ടായിരുന്ന ഒരുപാട് ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റംസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സതി, അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, അതുപോലെയുള്ള ഒരുപാട് സിസ്റ്റംസ് അവരുടെ സൊസൈറ്റിക്ക് ഒരിക്കലും ഗുണകരമായിരുന്നില്ല. അതൊക്കെയാണ് അവരെ മറ്റേ ലോ ലെവലിലേക്ക് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പീപ്പിൾ ആയിട്ട് മാറ്റിയത് ഇങ്ങനെയുള്ള ഒരുപാട് ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് ഫോളോ ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റംസ് ഒക്കെ മാറ്റിയിട്ട് ഇന്ത്യക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ ഇനി സാധിക്കും എന്നുള്ളത് ഇന്ത്യക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുകയും അത് ഇന്ത്യൻ പീപ്പിളിന്റെ ഒരു യൂണിഫിക്കേഷൻ, ആ ഒരു ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ മാറിയ സമയത്ത് എന്തായി, ഇന്ത്യൻനെസ് എന്നുള്ള ആ ഒരു കോമൺ വികാരത്തിലേക്ക് ഇന്ത്യക്കാര് വരികയാണ്. അതുപോലെ തന്നെ ഒരു നാഷണലിസ്റ്റ് കോൺഷ്യസ്നെസ്, അതുവരെ നമ്മൾ ഒരു കൺട്രിയാണ്, നമ്മൾ ഒന്നാണ് എന്നുള്ള ആ ഒരു വികാരം ഇന്ത്യയിലെ ആളുകൾക്കിടയിൽ ഇല്ലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത് എങ്ങനെയായാലും ഒരു വേറെ തന്നെ ആളുകളാണല്ലോ. അപ്പൊ അവരും നമ്മളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ്, അപ്പൊ നമ്മൾ ഒരുമിച്ച് നിന്നാല് മാത്രമേ നമുക്ക് നേട്ടം ഉണ്ടാവൂ എന്നുള്ള ആ ഒരു കാര്യം ഇന്ത്യക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുകയും ഇന്ത്യ എന്നുള്ള ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു അവബോധം ഇന്ത്യക്കാരിൽ ഉണ്ടാവുകയും അത് പിന്നീട് ഇന്ത്യയുടെ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യ ഒരു നാഷൻഹുഡിലേക്ക് മാറാൻ അത് ഇന്ത്യയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിന് ആ ഒരു തിരിച്ചറിവ് ഇന്ത്യക്കാർക്ക് ഉണ്ടായത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യ ഒരു അത്രയും എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഭരണത്തിന് കീഴിൽ ഇന്ത്യ വന്നപ്പോഴായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു റിയലൈസേഷൻ അവർക്ക് വന്നത് ആ ഒരു സമയത്തായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നോക്കിയത്. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനി ആയ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ് ഇന്ത്യയിൽ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. പിന്നെന്താണ് അതുവരെ ഫ്രാഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റി ഫ്രം ഫ്രാഗ്മെന്റഡ് പ്രിൻസിപ്പാലിറ്റീസ് ടു എ യൂണിഫൈഡ് നാഷൻ. ഫ്രാഗ്മെന്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു, ഒരു യൂണിഫിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ. അതിൽ നിന്ന് ഇന്ത്യ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു നാഷണലിലേക്ക് വരെ മാറി
തീർന്നു എന്നുള്ളതാണ്, ഈ ഒരു ബ്രിട്ടീഷ് ഭരണം മൂലം. അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ്. അത് എങ്ങനെയാണ് അതിന് കൊളോണിയലിസം പങ്കുവഹിച്ചത് എന്നുള്ളായിരുന്നു രണ്ടാമതായിട്ട് നമ്മൾ നോക്കിയത്. പിന്നെ ഇന്ത്യ എന്നുള്ള ആ ഒരു സൊസൈറ്റിയെ ഇൻഡോളജിസ്റ്റുകളും കൊളോണിയലിസ്റ്റുകളും നാഷണലിസ്റ്റുകളും എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത്തെ കാര്യമായിട്ട് പഠിച്ചത്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു യൂണിറ്റിലുള്ള മെയിൻ കാര്യങ്ങൾ. ഇതിൽ ഒരുപാട് എസ്സേസിന് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഈ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തത് അത് പറയാൻ മറന്നുപോയി. ഒരു ഇൻഡോളജിസ്റ്റ് ആയിട്ടുള്ള വില്യം ജോൺ എന്ന് പറയുന്ന ഒരു ഇൻഡോളജിസ്റ്റിന്റെ ഫോട്ടോ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇന്ത്യൻ ടെക്സ്റ്റുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളത്. അതിൽ മനുസ്മൃതിയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ ഒരു വലിയ റോള് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.